രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭൂമി മരവിപ്പിച്ച് കിടക്കുന്ന പദ്ധതിയാവാം ശബരി റെയിൽ പദ്ധതി. 27 വർഷങ്ങൾ, 2000-ഓളം കുടുംബങ്ങൾ. ഇത്രയും കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, കുടുംബാംഗങ്ങളുടെ ചികിത്സാപരമായ കാര്യങ്ങൾ. ഭൂമി മരവിപ്പിലൂടെ മരവിച്ചു പോയത് 2000-ഓളം കുടുംബങ്ങളുടെ ജീവിതം കൂടിയാണ്. ഈ കല്ല ജീവിതം തുളച്ചതല്ലേ? ഈ കല്ലാണ് ഞങ്ങളെ തവിടുപൊടിയാക്കിയിട്ടാണ്. അതുകൊണ്ട് ഈ കല്ലിൻ്റെ നഷ്ടപരിഹാരം തരാൻ പറ. ഈ പേരെ നന്നാക്കാനും പറ്റൂല. നന്നാക്കി കഴിഞ്ഞാൽ റെയിൽവേ കൊണ്ടുപോകുന്നു പറഞ്ഞ് പേടിപ്പിച്ച് അതുമ്മ തൊടാൻ നിർത്തിയില്ല. കടവും കടത്തിൻ്റെ കൂടെ എന്തോരം എണ്ണങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിക്കാനും ഒന്നുമില്ലാണ്ട് നിരാശയിൽ ജീവിക്കണം അറിയാമോ. ഇവരെടുക്കൂല്ലെങ്കിൽ ആ കല്ല് ഊരി കളഞ്ഞുകൊണ്ട് പേപ്പറിൽ കൊടുക്കണം, ഞങ്ങൾ സ്ഥലം എടുക്കണില്ലെന്ന്. കിട്ടണ കാശിന് ആർക്കെങ്കിലും കൊടുത്ത് ഈ ബാധ്യത കുറച്ച് തീർന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാം. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ നേരെ ഡയറക്റ്റ് നമ്മുടെ വീടാണ് ആ കാണുന്നത്. അപ്പോൾ അത് മറ്റേ ഫ്രീസ് ചെയ്തിട്ടേക്കാണ്. അത് കാരണം മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒന്നും പൈസ എടുക്കാനോ പണയം വയ്ക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥയാണ്. സർക്കാരിന് ഇതിനെപ്പറ്റി ഇത് രണ്ട് സർക്കാരും തമ്മിലുള്ള ഒരു യുദ്ധമാണിത്. ഇരയാവുന്നത് നിങ്ങളും ഇരയാവുന്നത് ഞങ്ങൾ. ഓരോ വീടും കാണുമ്പോഴും അറിയാം ഭൂമി മരവിപ്പിച്ചതോടെ എത്രമാത്രം മനസ്സുമടുത്താണ് ഈ പ്രദേശത്തെ ഭൂമി മരവിപ്പിച്ച ഓരോ ആളുകളും താമസിക്കുന്നതെന്ന്. കൊല്ലമായി ഞങ്ങൾ കഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടു. വല്ലതും കടം മേടിച്ചാലും നന്നാക്കാന്ന് വെച്ചാൽ ഇത് എപ്പോൾ വരും പോലും അറിയില്ലല്ലോ. ഈ ആധാരം ഒന്ന് പണയം വയ്ക്കാനോ അല്ലെങ്കിൽ അതിന് 5 സെൻറ്റ് വിൽക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കണില്ല. ഇത് ഒന്നുപോലെ വരണം. അതല്ലെങ്കിൽ വരണില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാലോ. ഈ കല്ലാണ് റെയിൽവേ ഇട്ടിരിക്കുന്ന കല്ലാണിത്. ഇത് ഏതാണ്ട് 2000-ഓളം കുടുംബങ്ങളെ വഴിയാധാരേക്ക് ഇരിക്കുന്ന കല്ലാണിത്. ഈ കല്ല് കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജ്യത്ത് തന്നെ കാണുകയില്ല ഇത്രയും കാലം ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതം എനിക്കിപ്പോൾ 73 വയസ്സായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കേട്ടത്. ശബരി പദ്ധതിക്ക് ഈ മേഖലയിലൊന്നും ആരും എതിരല്ല. ഒന്നുകിൽ എത്രയും പെട്ടെന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കണം, അതല്ലെങ്കിൽ ഭൂമി മരവിപ്പിച്ച തീരുമാനം പിൻവലിച്ച് അന്തിമ തീരുമാനം പറയണം. 2000-ലധികം കുടുംബങ്ങളാണ് 4 നൂറ്റാണ്ടിലധികമായി ചെകുത്താനും കടലിനുമിടയിൽ കഴിയുന്നത്. വിജേഷ് പൊതുവാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.